പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട മക്കളെ, കോഴിക്കോട് മദർ ഓഫ് ഗോഡ് കത്തീഡ്രൽ പള്ളി, കോഴിക്കോടിൻ്റെ വലിയ പള്ളി, ഈ അത്ഭുത അൾത്താരയിൽ ഈശോ സത്യമായിട്ടും എഴുന്നള്ളിയിരിക്കുക. പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് ഈ അൾത്താരയിൽ കർത്താവ് എഴുന്നള്ളി വന്നിരിക്കുന്നത് ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയാണ്. നിങ്ങളുടെ ജീവിതത്തിലെ ബന്ധനങ്ങൾ വിടുവിക്കാൻ വേണ്ടിയാണ്, പരിപൂർണമായ മോചനം നൽകാൻ വേണ്ടിയാണ്, നിങ്ങൾക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകാൻ വേണ്ടിയാണ്, നിങ്ങളുടെ മക്കളെയും തലമുറകളെയും അനുഗ്രഹിക്കാൻ വേണ്ടിയാണ്, നിങ്ങളുടെ വീടിനെയും പറമ്പിനെയും വാഹനങ്ങളെയും യാത്രകളെയും സ്ഥാപനങ്ങളെയും തൊഴിൽ മേഖലകളെയും അനുഗ്രഹിക്കാൻ വേണ്ടിയാണ്. പ്രിയപ്പെട്ട മക്കളെ, പല വിധത്തിലാണ് മനുഷ്യൻ പീഡിപ്പിക്കപ്പെടുന്നത്. ചില ഭവനങ്ങളിൽ അസാധാരണമായ പ്രതിഭാസങ്ങൾ കാണാൻ തുടങ്ങി. ഒരുപാട് പേരെന്നെ വിളിക്കാറുണ്ട്. ചില ശബ്ദങ്ങൾ കേൾക്കുന്നു, അവരെ ചില വസ്തുവകകൾ മാറി മറിഞ്ഞു കിടക്കുന്നു, വീട്ടിൽ ഒരു സ്വസ്ഥതയില്ല, ചില വീടുകളിൽ രക്തത്തിൻ്റെ കറകൾ കാണുന്നു, ചില പക്ഷികൾ വന്ന് ശല്യപ്പെടുത്തുന്നു, രാത്രികാലങ്ങളിൽ ചില ശബ്ദങ്ങൾ കേൾക്കുന്നു, ചില മക്കൾ തങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ പെരുമാറാതെ മാനസികവും ആത്മീയവും ശാരീരികവുമായ ബന്ധനങ്ങളിൽ പെട്ടിരിക്കുന്നു, തകർച്ചകൾ ഉണ്ടാകുന്നു, പരസ്പരം സ്നേഹമില്ലാതെ പകരം വെറുപ്പും പകയും വിദ്വേഷവും നിരാശയും വരുന്നു. മക്കളിൽ നിന്ന് ഒരുപാട് നന്മ പ്രതീക്ഷിച്ചിട്ട് അതൊന്നും കിട്ടാതെ സങ്കടപ്പെട്ട് കണ്ണുനീരൊഴുക്കുന്ന അനവധിയായ മാതാപിതാക്കൾ, പലവിധ കെട്ടുകൾ അതിനോടൊപ്പം തന്നെ വരുന്നു. സാമ്പത്തികമായ ബന്ധനങ്ങൾ, കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥകൾ, കുഞ്ഞ് പഠിക്കാൻ പോകാത്ത അവസ്ഥ, നിരാശ, കോടിക്കണക്കിന് രൂപയുടെ കടബാധ്യത, സ്ഥാപനങ്ങളിൽ ഉയർച്ച ഉണ്ടാകുന്നില്ല, വളർച്ച ഉണ്ടാകുന്നില്ല, അവിടെ ആകെ അസ്വസ്ഥത, ഒരു വിടുതൽ വേണമെന്ന് ആഗ്രഹിക്കുന്നു. പല ധ്യാന കേന്ദ്രങ്ങളിലേക്ക് ചെല്ലുമ്പോൾ അവിടെ നിന്നൊക്കെ കൗൺസിലർമാർ പറയുന്നു, നിങ്ങൾ ആരോ ബന്ധിച്ചിട്ടിരിക്കുക. ചിലർ പറയും കൂടോത്രം ചെയ്തിട്ടുണ്ട്, കൈവശം കയറിയിട്ടുണ്ട്, ക്ഷുദ്രക്രിയകൾ നിങ്ങൾക്കെതിരെ പ്രയോഗിച്ചിട്ടുണ്ട്. അപ്പം ഇത് എന്താണ് കൂടോത്രം, എന്താണ് ക്ഷുദ്രക്രിയ, എന്താണ് കൈവശം, ആ വിഷയമല്ല. പക്ഷെ ജനത്തിൻ്റെ അവരുടെ ബുദ്ധിമുട്ടുകൾ, മാറാത്ത ബുദ്ധിമുട്ടുകൾ, ഇത്തരത്തിലുള്ള പ്രതിഭാസങ്ങളെക്കുറിച്ച് അവർ ഭയപ്പെടാനായിട്ട് കാരണമാകിയ. ഇപ്പം ഈ ഭയം എടുത്ത് മാറ്റുന്നത് കർത്താവാണ്. കാരണം കച്ചവടം നടക്കണില്ല, വർഷങ്ങളായിട്ട് സ്ഥലത്തിൻ്റെ, വീടിൻ്റെ, സ്ഥാപനങ്ങളുടെ കച്ചവടം നടക്കാൻ പ്രാർത്ഥിച്ച് മടുത്ത് കടബാധ്യത മൂലം ആത്മഹത്യയുടെ മുൻപിലാണ്. സ്ഥലവും വീടും ജപ്തി ചെയ്യാൻ ബാങ്കുകാർ, പലിശ കൊടുത്തവർ, അവരിൽ നിന്നുള്ള ബുദ്ധിമുട്ടുകൾ, കടം കൊടുത്തവർ തിരികെ ചോദിക്കാൻ തുടങ്ങി, അവരുടെയൊക്കെ മുഖം മാറാൻ തുടങ്ങി. സ്വർണമൊക്കെ വാങ്ങിച്ച് പണയം വെച്ച് കൊടുക്കാൻ ആഗ്രഹിച്ചിട്ടും കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ. അങ്ങനെ വിദേശത്ത് പോയാൽ രക്ഷപ്പെടുമെന്ന് കരുതി മകളെ വിദേശത്ത് അയച്ചു, എന്നിട്ട് രക്ഷപ്പെടാൻ പറ്റുന്നില്ല. നല്ലൊരു വീടില്ല. ഒരു മകൻ എന്നെ വിളിച്ച് പറഞ്ഞത്, അച്ഛാ, വർഷങ്ങളായിട്ട് വാടക വീട്ടില, സ്വന്തമായിട്ടൊരു വീട് വാങ്ങാൻ ആഗ്രഹിച്ചിട്ട് നടക്കുന്നില്ല. ഇപ്പം സ്വന്തമായിട്ട് ഭവനമില്ലാതെ വാടക വീട് മാറി നടക്കുന്ന എത്രയോ പേരുണ്ട്. അവർ പറയുന്നത് ഇതൊരു സാധാരണ കാര്യമല്ല, ഇത് ഞങ്ങൾക്ക് ഒരു ഭവനമുണ്ടാകാത്ത വിധത്തിൽ ഞങ്ങളെ ഏതോ ദുഷ്ടാരൂപി ബന്ധിച്ചിരിക്കുക. അത് അവരുടെ അനുഭവമാണ്, അവരുടെ ജീവിത അനുഭവമാണ്. അപ്പം അവരിനി ആരുടെ അടുത്തേക്ക് പോകും? കൂടോത്രക്കാരും മന്ത്രവാദക്കാരും ആഭിചാരക്കാരും തകിടെടുക്കാൻ നടക്കുന്നവരും എല്ലാവരും അടുത്ത് ചെന്നു കഴിഞ്ഞാൽ
അതിന് വിമോചനം കിട്ടാറില്ല, പണമായിരിക്കും നഷ്ടപ്പെടുക. എന്നാൽ വിമോചനം കൊടുക്കുന്ന ഒരാളേ ഉള്ളൂ, അതാണ് ഈ അൾത്താരയിൽ എഴുന്നള്ളിയിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു. നീ കർത്താവിൽ അഭയം തേടിയാൽ ഈ ഡെലിവറൻസിൻ്റെ, ഈ വിടുതൽ ശുശ്രൂഷയുടെ ശക്തി എന്ന് പറയുന്നത് കർത്താവാണ്. അപ്പം നമുക്ക് വിടുതൽ വേണ്ട, നമുക്ക് വിമോചനം വേണ്ട ആ മേഖലകൾ കർത്താവിന് വിട്ടുകൊടുക്കുക, യേശുവിന് വിട്ടുകൊടുക്കുക. പറമ്പിൻ്റെ കച്ചവടം, വീടില്ലാത്ത അവസ്ഥ, വീട് നിർമ്മാണം തുടങ്ങിയിട്ട് അത് പൂർത്തിയാക്കാൻ പറ്റാത്ത അവസ്ഥ, കടം വാങ്ങിച്ചിട്ട് കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ, ജപ്തിയുടെ വക്കില്, ബാങ്ക് ലോണ്, കുഞ്ഞിൻ്റെ പഠന തടസ്സം, വൈകല്യം, കല്യാണ തടസ്സം, ഒരു കുഞ്ഞിനെ കൂടി ആഗ്രഹിച്ചിട്ട് അത് നടക്കുന്നില്ല, ഗർഭിണിയായി പക്ഷെ എന്നിട്ട് അബോർഷനായി പോകുന്നു. അത്തരത്തിലുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടുന്ന മക്കള് അവർ പറയുകയാണ്, ഇതൊരു സാധാരണ കാര്യമല്ലച്ചോ, ആരോ ഞങ്ങൾക്കെതിരെ എന്തോ ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ ബന്ധിക്കപ്പെട്ടിരിക്കുക. പ്രിയപ്പെട്ട മക്കളെ, ആ പീഡകൾ, ആ ആകുലതകൾ, ആ ഭയങ്ങൾ, ആ അസ്വസ്ഥതകൾ ഇന്ന് കർത്താവിന് കൊടുക്കുക. മകനെക്കുറിച്ച് ഓർത്തുള്ള വേദനകൾ, മകളെക്കുറിച്ചുള്ള വേദനകൾ. ഇന്നൊരു സിസ്റ്റർ എന്നെ വിളിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചത് സിസ്റ്ററിൻ്റെ ആങ്ങളയ്ക്ക് വേണ്ടിയാണ്. മദ്യത്തിന് അടിമ, അതുപോലെ കോപം, മാനസിക രോഗം, എന്താ ചെയ്യണത്, എന്താ പ്രവർത്തിക്കണതെന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിൽ ബന്ധിക്കപ്പെട്ടു പോയിരിക്കുക. ഇത് അവൻ്റെ കുടുംബം തകരാൻ കാരണമാകും, അവൻ്റെ മക്കള് വഴിതെറ്റാനും അവര് നിരാശപ്പെടാനും കാരണമാകും. അപ്പം ഇവിടെ ആ സിസ്റ്റർ പ്രാർത്ഥിക്കുന്നത്, ഞങ്ങൾക്ക്, എൻ്റെ കുടുംബത്തിന്, എൻ്റെ ആങ്ങളയുടെ കുടുംബത്തിന് ഒരു ഡെലിവറൻസ് വേണം, ഒരു മോചനം വേണം. ആങ്ങളെ തന്നെ പറയുമത്രേ, ആ ചേച്ചി ഞാനിത് നന്നാകാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഇതിന്ന് മാറാനായിട്ട് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ എനിക്ക് പറ്റുന്നില്ല, എന്നെ ഇങ്ങനെ കൂച്ചുബലം കിട്ടി വെച്ചിരിക്കുക. പ്രിയപ്പെട്ട മക്കളെ, കർത്താവാണ് ആ കൂച്ചുബലങ്ങളൊക്കെ അഴിക്കുന്നത്. വിശ്വാസത്തോടെ ഈ പ്രാർത്ഥനയെ പങ്കെടുത്ത് ഇത്തരത്തിലുള്ള പ്രതിഭാസങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ കർത്താവായ ഏറ്റവും വലിയ ഡോക്ടർ വന്ന് നിങ്ങളെ അനുഗ്രഹിച്ച് വിടുതൽ നൽകും. ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന വചനഭാഗം, പ്രിയപ്പെട്ടവരെ, പ്രഭാഷകന്റെ പുസ്തകം 30-ാം അധ്യായം 12 മുതലുള്ള തിരുവചനം. അപ്പോൾ 30-ാമത്തെ അധ്യായം എല്ലാവരും വായിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുക. പ്രഭാഷകൻ 30, ഇന്നത്തെ നമ്മുടെ മക്കളുടെ പ്രശ്നങ്ങൾക്കൊക്കെ വലിയൊരു ഉത്തരമാണ് പ്രഭാഷകന്റെ പുസ്തകം 30-ാം അധ്യായം. എങ്ങനെ നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തണമെന്ന് ആ പ്രഭാഷകന്റെ പുസ്തകം പഠിപ്പിക്കുക. അതിൽ ഞാൻ 12-ാമത്തെ വചനമാണ് വായിക്കുന്നത്. ചെറുപ്പത്തിൽ തന്നെ അവനെ വിനയം അഭ്യസിപ്പിക്കുകയും, അവനെ മാത്രമല്ല അവളെയും, കുഞ്ഞുങ്ങളെ വിനയം അഭ്യസിപ്പിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുക, അല്ലെങ്കിൽ അവൻ അനുസരണക്കേട് കാണിക്കും. അനുസരണയില്ലാതെ നിർബന്ധ ബുദ്ധിയായി തീർന്ന് നിന്നെ ദുഃഖിപ്പിക്കും. ഇവിടെ അടിക്കുക എന്ന് പറയുന്നത് പണ്ട് മാതാപിതാക്കൾ ചെയ്തതുപോലുള്ള മാരകമായിട്ട് അടിക്കുന്ന കാര്യമല്ല, എന്നാൽ സ്നേഹത്തോടെയുള്ള ശിക്ഷണമാണ് എന്ന കാര്യം നമ്മൾ ഓർക്കണം. ഇന്ന് പലപ്പോഴും അങ്ങനെ നൽകാൻ പറ്റാത്ത വിധത്തിൽ മാതാപിതാക്കൾ പോലും ബന്ധിക്കപ്പെട്ടിരിക്കുക. കഴിഞ്ഞ ദിവസം ഒരമ്മയ്ക്ക് ഒരു മോനാണുള്ളത്, എന്നാൽ അവനെ നിയന്ത്രിക്കാനായിട്ട് പറ്റുന്നില്ല എന്ന് സഹോദര വൈദികൻ എന്നോട് പറഞ്ഞു. അച്ഛാ, ആ പയ്യനെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, അവൻ അനുസരണക്കേടാണ്, സിസ്റ്റേഴ്സിനും വൈദികർക്കും എതിരെ സംസാരിക്കുകയും അവൻ അവസാനം ഞങ്ങൾക്ക് മനസ്സിലായത് അവൻ്റെ കുടുംബത്തിന് തന്നെ വലിയ ദോഷമായി തീരും എന്ന കാര്യമാണ്. ആയതിനാൽ പ്രിയപ്പെട്ടവരെ, അത്തരത്തിലുള്ള പ്രതിഭാസങ്ങൾ ഉള്ളിടത്ത് നമുക്ക് ദൈവത്തിൽ ആശ്രയിച്ച് കരങ്ങൾ ഉയർത്തി പരിശുദ്ധാത്മനെ വിളിച്ച് സ്തുതിച്ച് എല്ലാ മക്കളെയും സമർപ്പിച്ചുകൊണ്ട്, എല്ലാ കുഞ്ഞുങ്ങളെയും സമർപ്പിച്ചുകൊണ്ട്, എല്ലാ ടീനേജ് പിള്ളേരെ സമർപ്പിച്ചുകൊണ്ട്, എല്ലാ യുവതിയുവാക്കന്മാരെ സമർപ്പിച്ചുകൊണ്ട്, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ദൈവത്തിൻ്റെ ആത്മാവേ, യേശുവിൻ്റെ ആത്മാവേ, അത്ഭുതങ്ങളുടെ ആത്മാവേ, അടയാളങ്ങളുടെ ആത്മാവേ, ഞങ്ങളുടെ മേൽ എഴുന്നള്ളി വരണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമീൻ. ഈശോയുടെ തിരുനാമത്തിൽ
ഈശോയുടെ തിരുരക്തത്തിന്റെ ശക്തിയാൽ, ഈശോയുടെ വിശുദ്ധ കുരിശിന്റെ അടയാളത്തിൽ എല്ലാ നാരകീയ ശക്തികളെയും പൈശാചിക സാന്നിധ്യങ്ങളെയും ബന്ധിക്കുന്നു. നാരകീയ ശക്തികളെ, അന്ധകാര ശക്തികളെ നിങ്ങളോട് കൽപ്പിക്കുന്നു. നസ്രയനായ യേശുവിന്റെ തിരുനാമത്തിൽ ഈ വചനം കേൾക്കുന്ന എല്ലാ മക്കളെയും, ഇവരുടെ കുടുംബങ്ങളെയും, സ്ഥാപനങ്ങളെയും, ജീവിത സാഹചര്യങ്ങളെയും വിട്ടുപോകുക. നാരക സർപ്പമേ, ദുഷ്ടാരൂപികളെ, നാശകരമായ ജീവികളെ, പ്രകൃതി വിരുദ്ധ ശക്തികളെ കർത്താവ് യേശുവിന്റെ നാമത്തിൽ നിങ്ങളോട് കൽപ്പിക്കുന്നു. ഈ ദൈവജനത്തിൽ നിന്നും വിട്ടുപോകുക. കർത്താവിന്റെ കുരിശിന്റെ പാദങ്ങളിലേക്ക് ഓടി അഭയം തേടുക. നിത്യ നരകാഗ്നിയിലേക്ക് കർത്താവ് യേശു നിങ്ങളെ തള്ളിക്കളയുന്നു. ദുഷ്ടാരൂപികളെ, തിന്മകളെ, തിന്മ പ്രവൃത്തികളെ, അപകടങ്ങളെ, അസൂയകളെ, നിരാശകളെ, കലഹങ്ങളെ, അകാരണ ഭയങ്ങളെ, പ്രാർത്ഥനയില്ലായ്മകളെ, ആഭിചാരങ്ങളെ, ദുഷ്ടതയുടെ പ്രതീകങ്ങളെ കർത്താവായ യേശുവിൻ്റെ അധികാരമുള്ള നാമത്താൽ നിങ്ങളെ ബന്ധിച്ച്, ബഹിഷ്കരിച്ച്, ശാസിച്ച് ഈ മക്കളുടെ കുടുംബങ്ങളിൽ നിന്ന് ആട്ടിപ്പായിക്കുന്നു. സ്തുതിച്ച മക്കളെ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അത്ഭുതകരമായ ഡെലിവറൻസ്, അത്ഭുതകരമായ വിടുതൽ നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട മക്കളെ, അച്ഛൻ നിങ്ങളെല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ ചൊവ്വാഴ്ച ദിവസം കോഴിക്കോട് മദർ ഓഫ് ഗോഡ് കത്തീഡ്രൽ പള്ളിയിലേക്ക് ക്ഷണിക്കുകയാണ്. അടുത്ത ചൊവ്വാഴ്ച രാവിലെ മുതൽ തന്നെ അച്ഛൻ ആളുകളെ കാണുന്നുണ്ട്. അപ്പം നേരത്തെ തന്നെ ബുക്ക് ചെയ്താൽ മാത്രമാണ് കാണാൻ സാധിക്കുക. കുമ്പസാരിക്കാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കൗൺസിലിങ്ങിനുള്ള സൗകര്യം ഉണ്ടായിരിക്കും. രാവിലെ മുതൽ തന്നെ ഈശോനെ പള്ളിയിൽ എഴുന്നള്ളിച്ച് വയ്ക്കും. രാവിലെ 6:45 കുർബാന, തുടർന്ന് അന്തരിസുനാളിൻ്റെ നൊവേന, അതിനുശേഷം ബഹുമാനപ്പെട്ട ഒരു സിസ്റ്ററിൻ്റെ നേതൃത്വത്തിലുള്ള മധ്യസ്ഥ പ്രാർത്ഥന, 10 മണിക്ക് അച്ഛൻ്റെ നേതൃത്വത്തിൽ ഒരു ചെറിയ ശുശ്രൂഷ, 11 മണിക്ക് കുർബാന. ആ കുർബാന കഴിയുമ്പോൾ അന്തരിസുനാളിൻ്റെ നൊവേന, വീണ്ടും മധ്യസ്ഥ പ്രാർത്ഥന, വൈകുന്നേരം 5 മണിക്ക് ജപമാല, 5:30 മണിക്ക് കുർബാന, തുടർന്ന് 2 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന അച്ഛൻ്റെ നേതൃത്വത്തിലുള്ള ഡെലിവറൻസിൻ്റെ രോഗശാന്തിയുടെ ശുശ്രൂഷ. പ്രിയപ്പെട്ടവരെ, സുവിശേഷാഗ്നി എന്ന ചാനലിലൂടെ നിങ്ങൾക്ക് അത് ഓൺലൈനായിട്ടും പങ്കെടുക്കാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് അച്ഛൻ്റെ കൺവെൻഷനിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. നെയ്യാറ്റിൻകരയിൽ കർമ്മല മാതാവിൻ്റെ പള്ളി മരിയാപുരം എന്ന സ്ഥലത്ത് ഇന്ന് മുതൽ 17-ാം തീയതി വരെ, നാളെയും മറ്റന്നാളും കർമ്മല മാതാവിൻ്റെ തിരുനാളിനോടനുബന്ധിച്ച് നടക്കുന്ന കൺവെൻഷനിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.